ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു റീഡ് ആൻഡ് റെയിൽ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാത്ത കാരണമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു സിനിമ കണ്ടിട്ട് തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. യെസ്, ഒരു സിനിമ കണ്ടു. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പേര് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരായിരിക്കും ലോക ചാപ്റ്റർ 1. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് ഞാൻ തീർത്ത് പറയും. കാര്യം നമുക്കൊരു തിയേറ്ററിൽ പോയൊരു സിനിമ കാണുമ്പോൾ അത് നമ്മളെ എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു മാസ്റ്റർ പീസ് തന്നെ ആയിരിക്കും. അത് എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും എല്ലാ രീതിയിലുള്ള ജോണറിലുള്ള ആൾക്കാരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി. അത് തീർച്ചയായും ഈ സിനിമയിൽ പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് കാണണം എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നൊരു ഫാക്ടറുണ്ട്. ഞാൻ എന്നിലൊരു സാധാരണക്കാരനായിട്ട് പറയട്ടെ. ഡി സി മാർവൽ പോലെയുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ്, സൂപ്പർ ഹീറോ യൂണിവേഴ്സ് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൽ ഒരെണ്ണം ഇതുപോലെ വരുന്നില്ല, ഇങ്ങനൊരു യൂണിവേഴ്സ് ഉണ്ടാകുന്നില്ല. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ KGF യൂണിവേഴ്സും ലോക്കി യൂണിവേഴ്സും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല? പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഇനി അഭിമാനത്തോടെ നമുക്ക് പറയാം, നമുക്ക് മുന്നിൽ ഒരു ലോക യൂണിവേഴ്സ് ഉണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര അതിലെ ആദ്യത്തെ സിനിമയാണെന്നും അഭിമാനത്തോടെ നമുക്ക് പറയാം. കാരണം ദാറ്റ് മച്ച് അവസം സിനിമ. നിങ്ങൾക്ക് തിയേറ്ററിൽ പൂർണ്ണമായും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന സിനിമയായിരിക്കും ലോക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ കൊണ്ട് നിങ്ങളിത് കാണണം, എന്തുകൊണ്ട് ലോക നിങ്ങൾ കാണണം? ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് ആൻ വുമൺ ഓറിയൻറ്റഡ് സൂപ്പർ ഹീറോ മൂവി. തീർച്ചയായും ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സൂപ്പർ ഹീറോ മൂവി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സൂപ്പർ ഹീറോ മൂവിയാണ് ലോക. അതുപോലെ തന്നെ ലോക ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ പഴയ മുത്തശ്ശി കഥകളിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള പഴയ കാര്യങ്ങളെ ആ ഫോക്ലോറിനെ ഒരു റിയാലിറ്റിയും ഒരു ന്യൂജനുമായി ചേർത്ത് വളരെ മനോഹരമായിട്ടാണ് കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന നമ്മുടെ ആ കഥയെ എങ്ങനെ ഒരു പുതിയ തലമുറയ്ക്ക് വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരികയാണ് ലോക. അതിൽ ഈ സിനിമ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു, അത് പറയാതെ വയ്യ. ഇനി സിനിമയിലേക്ക് കടക്കുമ്പോൾ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വിഷ്വലി ഇതിൻ്റെ ഡയറക്ഷൻ ആവട്ടെ, ക്യാമറയാവട്ടെ, അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ആവട്ടെ, അതുപോലെ സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മിച്ചമായിട്ട് വന്നിരിക്കുന്നത്. വളരെ മെച്ചമായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം മുന്നിൽ നിൽക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട പേരുകളിലൊന്ന് ഡൊമിനിക് കാരുൾ, ഇതിൻ്റെ ഡയറക്ടർ. തരംഗം പോലെ ഫാൻറ്റസി സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ഡൊമിനിക്. പക്ഷേ ആ ഡൊമിനിക്കിൻ്റെ വേറൊരു ലെവലിലേക്കുള്ള മാറ്റമാണ് സിനിമ. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഒരു എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ ഐഡിയയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നാണ് സിനിമാറ്റോഗ്രാഫി. നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി വളരെ, അതായത് ഓരോ ഫ്രെയിംസും നമ്മളൊരു ഇൻ്റർനാഷണൽ മൂവി കാണുന്ന അതേ പക്കാ ഫീൽ തരുന്ന ഒരു സിനിമയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ലോകയിലെ നിമിഷിൻ്റെ ഓരോ ഫ്രെയിംസും. അതുപോലെ തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, പെർഫെക്റ്റ് കട്ട്സാണ്. അതായത് നമുക്ക് ഒരു ലാഗ്, ഒരു സംഭവം തോന്നാതെ 2.5 മണിക്കൂർ ഒരു സൂപ്പർ ഹീറോ മൂവിയെ അങ്ങനെ നിർത്തി എടുക്കണമെങ്കിൽ, അത്രയും രീതിയിൽ എടുക്കണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ എഡിറ്റിങ്ങിൽ ഒരു വലിയ പങ്കുണ്ടെന്ന് നമ്മൾ പറയണം. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് പെർഫെക്റ്റാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരാൾ, ഈ സിനിമയുടെ നട്ടലായിട്ടുള്ള വേറൊരാളെന്ന് പറയുന്നത് തീർച്ചയായും BGM മ്യൂസിക്കും കൺട്രോൾ ചെയ്തിരിക്കുന്ന ജേക്സ് ബിജോയാണ്. ജേക്സ് ബിജോയുടെ BGMs എന്ന് പറഞ്ഞാൽ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജേക്സ് ബിജോയുടെ BGMs എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സീനിനെ അതെങ്ങനെ എലിവേറ്റ് ചെയ്യുന്നു എന്നുള്ള, സത്യം പറഞ്ഞാൽ ഈവൻ എനിക്കത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഗൂസ്ബംസ് വരുന്നുണ്ട്. കാര്യം ഓരോ സീൻസും അത്ര രീതിയിലാണ് പുള്ളി എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആ നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ, പിക്ചർ ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്കതൊരു വിരുന്നായിരിക്കും. ആ രീതിയിലാണ്. പിന്നെ ഈ സിനിമയിൽ അതുപോലെ തന്നെ പറയേണ്ടതാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. പെർഫെക്റ്റ്. യാനിക് ബെന്നിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയിലെ
ഓരോ ഫൈറ്റ് സീക്വൻസും നല്ല ഇൻ്റർനാഷണൽ ലെവലായിട്ട് തന്നെയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. എടുത്ത് പറയണം, പറഞ്ഞേ പറ്റൂ. അത്ര മികച്ച രീതിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നൊരു സിനിമയാണ് ലോക. ഇനി കഥയിലേക്ക് വരുമ്പോഴും കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ, കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കഥയുടെ ഏറ്റവും വലിയ നട്ടല് തീർച്ചയായും കല്യാണി പ്രിയദർശനാണ്. ലോക ലോക എന്ന് പറയുന്ന ഈ സിനിമയിലെ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ക്യാരക്ടറായിട്ട് തിളങ്ങിയിരിക്കുന്നത് തീർത്തും കല്യാണ പ്രിയദർശൻ തന്നെയാണ്. കാരണം ഓരോ സീനിലും കല്യാണി കാണുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു കല്യാണി അല്ല, തീർത്തും വ്യത്യസ്തമായ വളരെ മനോഹരമായ ഷാർപ്പായ ഒരു ആക്ടിങ് അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരം, തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് അതിൽ ബാക്കി വരുന്ന ക്യാരക്ടേഴ്സായിട്ടുള്ള നെസ്ലൻ്റെ ആവട്ടെ, അരുണിൻ്റെ ആവട്ടെ, ചന്തുവിൻ്റെ ആവട്ടെ. ചന്തുവിനെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് കേട്ടോ. ചന്തു വളരെ മനോഹരമായിട്ടാണ് ആ കോമഡി സീക്വൻസ് പലതും കൊണ്ടുപോകുന്നത്. ചെറിയ ചിരികളും ആംഗ്യങ്ങളും എല്ലാം വളരെ നൈസായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചില സമയത്തൊക്കെ നമുക്ക് സലിംകുമാറിനെ ശരിക്കും ഓർമ്മ വരും. ആ രീതിയിലാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സാൻഡി മാസ്റ്റർ ചെയ്തിരിക്കുന്ന വില്ലൻ ക്യാരക്ടർ. നിങ്ങൾ ആ സിനിമ ഞാൻ ഒരുപാട് പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. ആ ഒരു ക്യാരക്ടർ സാൻഡി മാസ്റ്റർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിയാവും. ലിയോ എന്ന സിനിമയിലെ ചോക്ലേറ്റ് കോഫി എന്ന് പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്നില്ല, അതാണ് സാൻഡി മാസ്റ്റർ. പുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വില്ലനും ഈ ഒരു വില്ലനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അത്ര മനോഹരമായ പെർഫെക്റ്റായ രീതിയിലാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളി അടിപൊളി ലെയർ വില്ലൻ, ഒന്നും പറയാനില്ല. കാര്യം നമുക്കൊരു വില്ലൻ ഒരു വില്ലനെ കാണുമ്പോൾ അയാളത് ഒരു വില്ലനാണെന്ന് തോന്നലുണ്ടാവണം, നമുക്കൊരു പേടിയുണ്ടാവണം. അത് പുള്ളി പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് പറയാനുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാമിയോസിൻ്റെ ഒരു ബഹളമാണ് സിനിമ. അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ ശരിക്കും സർപ്രൈസ് ചെയ്യുന്ന ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ പൂർണ്ണമായി തീർന്നതിന് ശേഷം, അതായത് ഫുള്ളായിട്ട് എഴുതി കാണിച്ച് തീർന്ന് തിയേറ്ററിൽ ലൈറ്റ് വീണതിന് ശേഷം മാത്രമേ നിങ്ങൾ തിയേറ്റർ വിട്ടു പോകാവൂ. കാരണം എല്ലാ സൂപ്പർ ഹീറോ മൂവീസ് പോലെ ഇതിലും ടൈലൻസ് ഉണ്ട്. നിർബന്ധമായിട്ടും ആ ടൈലൻസ് കാരണം നിങ്ങളെ ശരിക്കും എൻഗേജ് ചെയ്യിക്കുന്ന സംഭവങ്ങളും നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്ന സംഭവങ്ങളും തന്നെയായിരിക്കും അതുണ്ടാകുക. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, ഈ സിനിമ നിങ്ങൾ പൂർണ്ണമായും നല്ലൊരു തിയേറ്ററിൽ പോയി ആസ്വദിച്ച് കാണുക. വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഓൺലി. ഒരിക്കലും OTT-ക്കായിട്ട് വെയിറ്റ് ചെയ്യരുത്. വളരെ നല്ലൊരു സിനിമയെ നിങ്ങൾ തിയേറ്റർ മിസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് ബൈ.